നിങ്ങളുടെ എക്സ് നിങ്ങളുടെ ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് കുറേ നാളായിട്ട് നിങ്ങളുമായി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് ചീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഇടയ്ക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾക്ക് കുറേ സ്നേഹം തരും, പിന്നെ വീണ്ടും തേർഡ് പാർട്ടിയുടെ അടുത്തേക്ക് പോകും. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ അടുത്ത് വരും, കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും പോകും. ഇങ്ങനത്തെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനാണ് നിങ്ങളുടെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാളും നിങ്ങളിപ്പോൾ ഇതിനെല്ലാം നിന്നു കൊടുത്തു. പക്ഷേ ഇപ്പോൾ ഈ ഒരു കണക്ഷനിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു. ഇത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷനാണ് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസിഷൻ ഈ വ്യക്തി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയിൽ. ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ? നിങ്ങളുടെ തകർച്ച. അങ്ങനെ നിങ്ങൾ ഒരു പോയിന്റിൽ വെച്ചിട്ട് ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോൾ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരും എന്നാണ് ആ വ്യക്തി കരുതുന്നത്. അതിൽ അവർ വളരെയധികം കോൺഫിഡൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്നും അവരിലേക്ക് തിരിച്ചു ചെല്ലുമെന്നും വളരെയധികം കോൺഫിഡൻ്റ് ആണ് അവർ. അവരുടെ അടുത്ത ആക്ഷൻ എന്താണെന്ന് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ദ വേൾഡ് കാർഡാണ്. ഇതൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണ്. ഒരു ഓണസ്റ്റ് അല്ലാത്ത വ്യക്തി എപ്പോഴും അവരുടെ ആക്ഷനും അവരുടെ ഫേസും അവരുടെ എക്സ്പ്രഷനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കും. 3 ഓഫ് സോർട്സ് കാണിക്കുന്നത് നിങ്ങൾ അവരിൽ നിന്നും അകന്നു കഴിഞ്ഞപ്പോൾ അവർക്കത് ഒരുപാട് ഹേർട്ടായി. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് അവരെ മാത്രമല്ല കേട്ടോ, നിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട്. അവർ ഒരു തവണയല്ല, നിങ്ങളെ പല തവണ വീണ്ടും വീണ്ടും അവർ നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചു. ഇപ്പോൾ ലിറ്ററലി നിങ്ങൾ അവരിൽ നിന്നും മൂവ് ഓൺ ചെയ്തു. കാരണം ഇത് അവരുടെ ക്യാരക്ടർ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനിയും നിങ്ങളിപ്പോൾ ഇതിന് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവർ വീണ്ടും വരുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു, വീണ്ടും പോകുന്നു. ആഫ്റ്റർ സം ടൈംസ് എഗെയിൻ വരുന്നു, പോകുന്നു. ഇത് തന്നെയായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനും കാരണം. ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാനും ഉണ്ടായ തീരുമാനവും അല്ലെങ്കിൽ അതിൻ്റെ പുറകിലുള്ളൊരു കാരണം എന്ന് പറയുന്നതും ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് മാത്രമാണ്. ഓരോ തവണയും നിങ്ങൾ വിചാരിക്കും ഈ വ്യക്തി ഇപ്പോൾ നന്നാകും, ഇനി പോകില്ല എന്നൊക്കെ. പക്ഷെ വീണ്ടും സെയിം സിറ്റുവേഷൻ തന്നെയാണ് ലൈഫിൽ നടക്കുന്നത്. ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അവർ ഇനി ഒരിക്കലും നന്നാകില്ല എന്ന്. വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ നിങ്ങൾ ഈ ബന്ധം ഉപേക്ഷിച്ചു. ഇത് ചിലപ്പോൾ നിങ്ങളുടെ മാരേജ് പാർട്ട്ണർ ആകാം, അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന വ്യക്തി ആയിരുന്നിരിക്കാം, അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരുന്നിരിക്കാം. തുടക്കത്തിൽ ഇതൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ തന്നെ ഇതൊരു സ്ട്രോങ് ഫൗണ്ടേഷൻ റിലേഷൻഷിപ്പ് ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളൊരു മാരേജ് പാർട്ട്ണറോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരുന്നവരോ ബിസിനസ് പാർട്ട്നേഴ്സോ ഒക്കെ ആയിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻ ബ്രേക്ക് ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, നിങ്ങൾ അങ്ങനത്തെ ഒരു വ്യക്തിയും ആയിരുന്നില്ല കേട്ടോ. നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ വിട്ട് പോകില്ല എന്നും അവർക്കറിയാമായിരുന്നു. നിങ്ങൾ ഇതിൽ സ്റ്റക്കാണെന്ന് അവർക്ക് നല്ല പോലെ അറിയാം. അവസാനം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാവുന്നതിൻ്റെ അപ്പുറമായപ്പോഴാണ് നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ചെയ്തത്. ഇതൊരിക്കലും നന്നായി പോകില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇത് നിങ്ങളെ മാനസികമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ബുദ്ധി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ പരിപൂർണമായി നശിപ്പിക്കുമെന്ന് തിരിച്ചറിഞ്ഞു. സോ നിങ്ങൾ ഇതിൽ നിന്നും മൂവ് ഓൺ ആയി. ഇപ്പോൾ ആ വ്യക്തി നിങ്ങളെ വാച്ച് ചെയ്യുകയാണ്, നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അതിപ്പോൾ ശരിക്കും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല കേട്ടോ. നിങ്ങളിങ്ങനെ വാച്ച് ചെയ്യുന്നതും വെയിറ്റ് ചെയ്യുന്നതും നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല. നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ്. നിങ്ങൾ അയാളെ വിട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റെബിലിറ്റി അയാൾക്ക് നഷ്ടപ്പെടും. അതുപോലെ ഒരുപാട് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ തിരിച്ചു വരണമെന്ന വ്യക്തി ആഗ്രഹിക്കുന്നത്. നിങ്ങളോടുള്ള ഡീപ്പ് ലവ് ആയതുകൊണ്ടൊന്നും അല്ല, നിങ്ങളുമായി ഒരു സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നു.
അതുപോലെ തന്നെ നിങ്ങൾ അവരെ നല്ലതുപോലെ കെയർ ചെയ്യും, അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അങ്ങനത്തെ ഒരു വൈബാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്നത്. ഇത് ആ വ്യക്തിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആ വ്യക്തി നിങ്ങൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കാനുള്ള കാരണം. ഇനി അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ശരിക്കും നിങ്ങളൊരു ക്യൂൻ ഓഫ് സോർട്സ് ആയിട്ടാണ് ആ വ്യക്തി കണക്കാക്കുന്നത്. കാരണം നിങ്ങൾ കൃത്യമായൊരു ബൗണ്ടറി ഉള്ള വ്യക്തിയാണ്. അവർക്കറിയാം, അതായത് ഈ ക്യൂൻ ഓഫ് സോർട്സ് എന്ന് പറയണത് കൃത്യമായി ബൗണ്ടറി ഉള്ള ഒരാളാണ്. ഇവർക്കറിയാം എന്താണ് നല്ലത്, എന്താണ് മോശം എന്നുള്ളതൊക്കെ. അവരുടെ നോൺസെൻസ് ഡീൽസിന് ഒരിക്കലും നിന്നു കൊടുക്കില്ല. നിങ്ങളിപ്പോൾ ഒരു പവർഫുൾ സിറ്റുവേഷനിലാണ്. നിങ്ങളിപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും പഴയതുപോലെ ആകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങൾ ഇനി ഒരിക്കലും അവരുമായിട്ടൊരു ഡീലിനും തയ്യാറുമല്ല. അവർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ടൈമിൽ നിങ്ങളുടെ ദേഷ്യമെല്ലാം മാറി നിങ്ങൾ തിരിച്ചു വരുമെന്നാണ് അവർ കരുതുന്നത്. എനിക്ക് തോന്നുന്നത് അവർ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളിലേക്ക് വരും. പക്ഷെ അത് ശരിക്കും ആ വ്യക്തി പ്രിറ്റൻഡ് ചെയ്യും. എന്താണ്, അവർ ശരിക്കും ചേഞ്ച് ആയി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് തിരിച്ചു വരുന്നതെന്നൊക്കെ. എന്നാൽ ഒരിക്കലും അവർക്ക് മാറാൻ കഴിയില്ല. അതെല്ലാം അവരുടെ ആക്ടിങ് ആയിരിക്കും. അതായത് അവർ ആക്ട് ചെയ്യും, അവർ ശരിക്കും ചേഞ്ച് ആയി നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊക്കെയാണ് തിരിച്ചു വരുന്നത് എന്നുള്ള രീതിയിലൊക്കെ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ നന്നായി ജീവിക്കുമെന്ന് അവർക്ക് മനസ്സിലായി. നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. സ്വന്തമായി സ്നേഹിക്കാനും നിങ്ങൾക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും അങ്ങനെയെല്ലാം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ സൺ എന്ന കാർഡ് നമുക്ക് ഒരു ക്ലാരിറ്റി തരുന്നുണ്ട്. അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേറെ ആരും വരില്ല. നിങ്ങൾക്കുള്ള ഒരു സന്തോഷം നിങ്ങൾ തന്നെ കണ്ടെത്തണം എന്നുള്ളത്. അത് നിങ്ങൾ തന്നെ കണ്ടെത്തിയേ മതിയാവൂ. സ്വയം സന്തോഷിക്കാൻ ശ്രമിക്കുക. ഇനി ഇവിടെ വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ വരുന്ന കോൺഫ്ലിക്റ്റ്, ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ പോകാൻ അനുവദിക്കണമോ അതെയോ അനുവദിക്കണ്ടയോ എന്നുള്ളതാണ് ആ ഒരു കോൺഫ്ലിക്റ്റ്. കാരണം ഈ നിങ്ങളുടെ ഈ എക്സ് ഉണ്ടല്ലോ, ആ വ്യക്തിയുടെ മനസ്സിലെ തോട്ട്സ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ എനിക്ക് ഇത്രയുമൊക്കെ സ്റ്റേബിൾ ആകാൻ കാരണം ആ വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് സ്നേഹവും കെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ അവർ എൻ്റെ ലൈഫിൽ ഉണ്ടെങ്കിൽ എനിക്കൊരു പ്രൗഡാണ് അത്. അപ്പോൾ അവരെ ഇങ്ങനെ പോകാൻ അനുവദിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു ക്വസ്റ്റ്യൻ. അതാണ് അവരുടെ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അങ്ങോട്ട് ചെന്നില്ല എങ്കിൽ അവരൊരു കോംപ്രമൈസുമായിട്ട് ഇങ്ങോട്ട് വരും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്ത് തന്നെയായിക്കോട്ടെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. കാരണം ഇനി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം അവരുടെ യഥാർത്ഥ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്. അല്ല എങ്കിൽ നിങ്ങൾ ഇനിയും നിങ്ങളുടെ ആ സെയിം സിറ്റുവേഷൻസ് സഫർ ചെയ്യേണ്ടി വരും. ഈ തവണ ചിലപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പം അവരൊരിക്കലും അവരുടെ ട്രൂ ഫേസ് ഒന്നും കാണിക്കില്ല. അവരൊരു മാസ്ക് എന്തായാലും അവർക്കുണ്ടായിരിക്കും. കുറേ നാളത്തേക്ക് അവർക്ക് നല്ലൊരു സ്വഭാവവും ആയിരിക്കും. ഗ്രാജ്വലി അവർ നിങ്ങളെ ആ പഴയ സ്റ്റേജിൽ തന്നെ എത്തിക്കും. അതുകൊണ്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. ഒരു ടോക്സിക് റിലേഷൻ ആണ് എങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക തന്നെ വേണം. അതൊരു സിമ്പിളായിട്ടുള്ള കാര്യമല്ല. നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മളിത് ബ്രേക്ക് ചെയ്തു, ഓക്കെ ആയി എന്നൊക്കെ. എന്നാൽ അതൊരു ഫസ്റ്റ് പാർട്ട് മാത്രമാണ്. ഒരു റിലേഷൻ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജോബ്. കാരണം അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ദിവസങ്ങൾ, മാസങ്ങൾ ഒക്കെ വേണ്ടി വന്നേക്കാം. മോട്ടിവേഷണൽ വീഡിയോസ് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം, കൗൺസിലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നേക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരാം. ഇനി നിങ്ങൾ ഇതിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ എല്ലാം ഓക്കെ ആയി, നൗ ഐ എം ഓക്കെ, നൗ ഐ എം ഫ്രീ എന്നൊക്കെ. എന്നാൽ ശരിക്കുമുള്ള പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെയാണ്. കാരണം നിങ്ങളുടെ നെർവസ് സിസ്റ്റം എപ്പോഴും ഫൈറ്റ്, ആങ്സൈറ്റി, ടെൻഷൻ, ഡേ ടു ഡേ ഡ്രാമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ്ഡായി. സഡൻലി ഒരു പീസ്ഫുൾ ലൈഫ്, അതായത് ടെൻഷൻ ഇല്ല, ഫൈറ്റ് ഇല്ല, ആങ്സൈറ്റി ഇല്ല, അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വേറൊരു അവസ്ഥയിലേക്ക് ആയിപ്പോൾ. കാരണം ലൈഫ് പെട്ടെന്ന് എംപ്റ്റി ആയതുപോലെ തോന്നും. എന്തുകൊണ്ടാണ്? നമ്മൾ ഡേ ടു ഡേ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ ഇല്ല. ബിക്കോസ് നിങ്ങളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും വാട്ട് ഇസ് നെക്സ്റ്റ് ഡേഞ്ചർ എന്നൊക്കെ. അതായത് നെക്സ്റ്റ് മൊമെന്റിൽ എന്ത് ഡേഞ്ചറാണ്, എന്ത് ആങ്സൈറ്റിയാണ് നമുക്ക് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനു വേണ്ടി തന്നെ എപ്പോഴും മൈൻഡ് പ്രിപ്പയർഡ് ആയിരിക്കും. അങ്ങനെയൊന്നും ഇല്ലാതെ വരുമ്പോൾ അത് വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നും.
അപ്പോഴാണ് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട്സ് ഒക്കെ തോന്നുന്നത്. ഞാൻ ഓവർ റിയാക്ട് ചെയ്തോ, ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്തോ, അവരായിരുന്നോ ശരി എന്നൊക്കെ. ഇനി ആ വ്യക്തി കുറിച്ച് ഹാപ്പി ആണെങ്കിലോ, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാനായിരുന്നു ശരി എങ്കിൽ അവർ എന്തുകൊണ്ടാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്, ഞാനായിരുന്നു ശരിയെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഹാപ്പി ആകാൻ പറ്റാത്തത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ടോക്സിക് പേഴ്സൺസ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ് പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചിന്ത വരുമല്ലോ, എനിക്ക് എന്താണ് അങ്ങനെയാകാൻ പറ്റാത്തത്, ഞാനായിരുന്നോ തെറ്റ്, എനിക്ക് തെറ്റ് പറ്റിയോ, അങ്ങനെ പോകും നിങ്ങളുടെ ഡൗട്ട്സ്. അപ്പോഴാണ് നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട്സ് ഒക്കെ തോന്നുന്നത്. ഞാൻ ഓവർ റിയാക്ട് ചെയ്തോ, അതോ ഞാൻ എന്തെങ്കിലും തെറ്റായി ചെയ്തോ, അവരായിരുന്നോ ശരിയെന്നൊക്കെ. ഇനി ആ വ്യക്തി കുറിച്ച് ഹാപ്പി ആണെങ്കിലോ, അപ്പൊ നിങ്ങൾക്ക് തോന്നും ഞാനായിരുന്നു ശരിയെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഹാപ്പി ആയിട്ടിരിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ടോക്സിക് പേഴ്സൺസ് എപ്പോഴും ഹാപ്പിനെസ് പുറത്ത് കാണിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന സെൽഫ് ഡൗട്ട്സിൽ എനിക്ക് എന്താണ് അങ്ങനെ ആകാൻ പറ്റാത്തത്, ഞാനായിരുന്നോ തെറ്റ്, എനിക്ക് തെറ്റ് പറ്റിയോ, അങ്ങനെ പോകും നിങ്ങളുടെ ഡൗട്ട്സ്. അങ്ങനെ നിങ്ങൾ വീണ്ടും ഈ ഡൗട്ട്സ് എല്ലാം വന്നു കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഡൗൺ ആവാൻ തുടങ്ങും. നിങ്ങളിങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് അവരെന്താണ് ചെയ്യാന്നറിയോ, വീണ്ടും നിങ്ങളുമായിട്ട് ചെറിയൊരു കോൺടാക്റ്റിന് ശ്രമിക്കും. ഒന്നുമില്ല, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുക, സോഷ്യൽ മീഡിയ നിങ്ങളെ ഫോളോ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ മതി. അപ്പോഴേക്കും നിങ്ങൾ വീണ്ടും അവരിലേക്ക് പോകും. ഇതാണ് എപ്പോഴും സംഭവിക്കുന്നത്. അപ്പോൾ എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ അതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുക.